ഹലോ ഗായ്സ്, ബ്ലാഡോസിന് വേറെ എല്ലാവർക്കും സാധനം ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന വേറെ ലെസ്കസ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സർവൈവൽ ആൻഡ് ക്രാഫ്റ്റ് എന്നൊരു പുതിയ ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ഗെയിം പ്ലേ വീഡിയോയുടെ പ്ലോട്ടും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം ഗായ്സ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് മെനു എടുത്താൽ തന്നെ 5 ഓപ്ഷൻസ് ഉണ്ട് ഗായ്സ്. അതിന് മേളിലത്തെ പ്ലേ എന്ന് മാത്രം ഉള്ളൊരിതാണ്. അപ്പോൾ ഇതിനകത്ത് ക്രിയേറ്റീവ് മോഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ചിട്ടുണ്ട്. ക്രിയേറ്റീവ് മോഡിലും മൾട്ടിപ്ലെയറിലൊക്കെ ഒരേ ഇതാണെന്നാണ് ഗൈസ് തോന്നുന്നത്. പക്ഷേ ക്രിയേറ്റീവ് മോഡ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഇൻട്രോ കാണിക്കും. പക്ഷേ ഈ മൾട്ടിപ്ലെയർ എടുത്താൽ അതിനൊരു ഇൻട്രോ കാണിക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ മൾട്ടിപ്ലെയറാണ് കളിക്കുന്നത്. ഇതിൻ്റെ ഒരു കഥ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ 3 പേരുണ്ട്. അപ്പോൾ 3 പേരും കൂടെ ഫസ്റ്റ് തന്നെ സ്പോൺ ആവുന്നത് ജസ്റ്റ് ഒരു പലക കഷ്ണത്തിലായിരിക്കും. അപ്പോൾ ഈ പലക കഷ്ണം എക്സ്പാൻഡ് ചെയ്യുകയും അതുവഴി ഓരോ ഐലൻഡും കാര്യങ്ങളൊക്കെ പോകുന്നതാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ. ഐലൻഡിലൊക്കെ എത്തിക്കഴിയുമ്പോൾ സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ ഗായ്സ്, ഇതാണ് നമ്മുടെ 2 ഫ്രണ്ട്സ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഫ്രണ്ടിന് നിങ്ങൾക്ക് അറിയായിരിക്കും, ബ്ലാക്ക് ഗെയിമർ എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. നമ്മുടെ യൂട്യൂബിലെ കമൻസൊക്കെ നമ്മുടെ വീഡിയോസിനൊക്കെ സ്ഥിരം കമൻറ്റ് ഇടുന്ന നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് ഈ ബ്ലാക്ക് ഗെയിമർ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ആളാണ് വൈറ്റി ഗെയിമർ, ബ്ലാക്ക് ഗെയിമറിൻ്റെ ഒരു തൊട്ടടുത്ത സുഹൃത്താണ്. രണ്ടുപേരാണ് നമ്മുടെ കൂടെ ഇന്ന് മൾട്ടിപ്ലെയർ കളിക്കാൻ വന്നിരിക്കുന്നത്. സോ ഗായ്സ്, നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്ന ഒരു ചൂണ്ട പോലത്തെ ഒരു ഒരു വെപ്പണാണ്. അപ്പോൾ നമുക്ക് ഈ സാധനം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് ദൂരേക്ക് എറിയാം. ഇത് ഷാർക്കൊക്കെ ഉണ്ട് ഈ ഗെയിമിൽ. നീട്ടി വലിച്ചെറിയാം. അവർ 2 പേരും വലിച്ചെറിയുന്നുണ്ട്. അവർക്ക് സാധനം കിട്ടുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്നാ പറ്റിയെന്ന് അറിയത്തില്ല ഗൈസ്. നമ്മൾ ന്യൂബായോണ്ടായിരിക്കും. നോ ഗൈസ്, ന്യൂബെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ കളിച്ച് വരുന്നല്ലേ ഉള്ളൂ, മെല്ലെ മെല്ലെ പ്രോ ആവും ഗൈസ് ഇതിലും. സോ ഗൈസ്, നമ്മൾ സീവീഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. 4 സീവീഡാണ് നമ്മൾ കളക്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ഇനി സാധനങ്ങളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ദൂരോട്ട് വലിച്ചെറിയ സാധനം ഗൈസ് കിട്ടിയില്ല ഗൈസ്. അത്രയും വലിയ റേഞ്ചിലോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഇതെടുക്കാം, അതൊക്കെ പറ്റുള്ളൂ നമുക്ക്. നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പം എടുത്തു. 2 റാക്സാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ ഗൈസ്, ഇതിനകത്തെ ടേംസ് ഒക്കെ പുതിയതാണ് ഗൈസ്. അത്യാവശ്യം ഗൈസ്, നമ്മളിങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഷാർക്ക് അടുത്ത് കൂടെ പോയാൽ അപ്പം കടിക്കും ഗൈസ്. അങ്ങനെ ഒരു സീനൊക്കെ ഉണ്ട് ഈ ഗെയിമിൽ. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും ഒക്കെ കളിക്കുക. ഷാർക്ക് കടിച്ചാൽ വീണ്ടും ഇവിടെ തന്നെ റീസ്പോൺ ആവുമെന്നുള്ള ഒരു പിടിയൊന്നും എനിക്കില്ല. നമ്മളിതുവരെ ഷാർക്ക് കടിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഈ സ്ക്രാപ്പൊക്കെ എടുക്കാം നമുക്ക്. സ്ക്രാപ്പ് നല്ല ഗൈസ്. ഇതൊരു ഒറ്റ ബോക്സ് അല്ല, ബാരലും ബോക്സും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇതിനകത്ത് കുറേ സാധനങ്ങൾ കാണും ഗൈസ്. അപ്പം നമ്മൾ എടുക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് ആ ഹുക്ക് എടുക്കാം, അത് സാധനം യെസ് ഗൈസ്. അപ്പോൾ ഈ ഹുക്ക് എറിയാൻ നല്ല രസമാണ്. അപ്പം നമുക്ക് വേറൊരു ഹുക്ക് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഒരു ഹുക്ക് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഫിഷിംഗ് റോഡ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് റോപ്പ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. ഒരു റോപ്പ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. നമ്മുടെ ബ്ലാക്ക് ഗെയിമർ ഇനി റോപ്പ് വേണമെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ന്യൂ റെസിപ്പി അൺലോക്ക് ആയിട്ടുണ്ട്. പക്ഷേ റോപ്പ് നമുക്ക് ജസ്റ്റ് ആ 3 എണ്ണം ക്രാഫ്റ്റ് ചെയ്തേക്കും ഗൈസ്. യെസ് ഗൈസ്. അപ്പോൾ ഈ ബ്ലാക്ക് ഗെയിമിന് അതിന് കൊടുക്കുന്നറിയത്തില്ല. നമുക്ക് വേറെ സാധനം എടുക്കാം. ഗൈസ് അത് കിട്ടിയില്ല, വേറെ ഒരുത്തിനെടുത്തോണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ഷാർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോഴും. ഇതിൽ കൂടെ നമുക്ക് അതെടുക്കാം ഗൈസ്. ആ ബാരൽ കിട്ടും. ഗൈസ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് എന്നാ കിട്ടാൻ നോക്കാം. റാക്സും നെയിൽസും കണ്ടോ, പണ്ടത്തെ സാധനം തന്നെ. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ റോപ്പ് എങ്ങനെ ഇടുന്നത് നമ്മുടെ ബ്ലാക്ക് ഗെയിമർ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ഈ റോപ്പ്, നമ്മുടെ കയ്യിരിക്കുന്ന ഈ റോപ്പ് എടുത്ത് കണ്ടോ പിടിച്ച് കൊണ്ടുപോയി ആ ഏറ്റവും മേളത്തെ ബോക്സിൻ്റെ പടം കാണിച്ചിട്ടുണ്ട്, അതിനകത്ത് കൊണ്ട് ഇട്ടാൽ മതി. നമ്മളത് ഡ്രോപ്പാക്കി ഗൈസ്. അപ്പോൾ അത് ബ്ലാക്ക് ഗെയിമർ എടുത്തു. അങ്ങനെയാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നത്, മറ്റൊരാൾക്കൊക്കെ ഷെയർ ചെയ്യുന്നു. യെസ് ഗൈസ്. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഓപ്ഷൻ നല്ലതാണ് ഗൈസ്. നമുക്ക് ആ സാധനം എടുക്കാം. യെസ് ഗൈസ്. ഇപ്പോൾ ഇതൊരു ഫണ്ണാണ്. മൾട്ടിപ്ലെയർ നിങ്ങൾ കളിച്ച് നോക്കേണ്ട ഒരു ഗെയിം തന്നെയാണ് ഗൈസ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഇവരുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇവരുടെ ചാനലൊക്കെ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. പിന്നെ നല്ലൊരു ഫൺ ഗെയിമേഴ്സ് തന്നെയാണ് ഗൈസ് ഇവരും. ഇവർ നമ്മുടെ ഒരു അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് പറയാമെന്ന് വിചാരിക്കരുത്. നമ്മൾ നന്നായിട്ട് ഗെയിം കളിക്കുന്നവർ തന്നെയാണ് ഇവരും. അപ്പോൾ നമ്മളെ 3 പേരെ നിങ്ങൾ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്.
അപ്പോൾ അതേ മറ്റേതൊന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. ഇതന്നെ ഗൈസ്. ഓ മറ്റേത് എടുക്കണ്ടല്ലോ, നമുക്ക് അവിടെ ചെന്ന് എടുക്കാവുന്നല്ലേ ഉള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് അത് വരുന്ന തോന്നല്ല, നമുക്ക് അതിൻ്റെ അടുത്ത് ചെന്ന് എടുക്കാം ഗൈസ്. ഓ ഗൈസ് അത് വേറൊരുത്തരം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഈ CV അങ്ങ് എടുത്തേക്കാം. ഇപ്പോൾ 2 CV നമുക്ക് കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ഗെയിമർ നീന്തുവാണ് ഗൈസ്. നമുക്കിപ്പോൾ ഇത് എടുത്തേക്കാം ഗൈസ്. ഈ ബോക്സിൽ എന്നാ നോക്കാം. 2 റാഗ്, 3 CV, സ്ക്രാപ്പ് ഒക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് ഇതൊക്കെ ആവശ്യമായ സാധനമാണ്. നമുക്കിപ്പോൾ ഈ ബോക്സ് എടുക്കാം. ഇതിനകത്ത് അതൊക്കെ തന്നെ ആയിരിക്കും ഗൈസ്. ഈ CV വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ CV വെച്ചാണ് റോപ്പ് ഉണ്ടാക്കുന്നത്. ഈ റോപ്പ് വെച്ചാണ് നമ്മൾ ഫ്ലോർ ഉണ്ടാക്കുന്നത് ഗൈസ്. ഇപ്പോൾ ഈ ഫ്ലോർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു എസെൻഷ്യൽ സാധനമാണ് നമ്മുടെ ഈ റോപ്പ് എന്ന് പറയുന്നത്. ഫ്ലോർ ഉണ്ടാക്കാൻ വേണ്ടി എസെൻഷ്യൽ ആണ് റോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ CV കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വെരി ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ്. ഒന്നുപോലും മിസ് ചെയ്യാനുള്ള ഗൈസ് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ബ്ലാക്ക് ഗെയിമർ പറഞ്ഞു നമ്മുടെ ടെക്ക് വെച്ച് ട്രേഡേഴ്സ് പോലത്തെ ആളുകളൊക്കെ വരുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് ട്രേഡൊക്കെ ചെയ്ത് നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ മാറ്റാനും നമുക്ക് സർവൈവലിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഗൈസ്. നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ആവുന്നതാണ് ഗൈസ് നമ്മുടെ ബ്ലാക്ക് ഗെയിമർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഗൈസ് നമ്മൾക്ക് ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ മെല്ലെ എടുക്കാം. സോ ഗൈസ് നമ്മൾ അത് എടുത്തിട്ടുണ്ട്. ഗൈസ് ഇതെടുക്കാൻ പറ്റില്ലല്ലോ, ഇത് എടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ആ നേരം കൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് എന്തോ ഗ്ലിച്ച് വന്നതെന്ന് തോന്നുന്നു ഗൈസ്. ആ ചൂണ്ട എങ്ങനെ അനങ്ങുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് പണിയാൻ പറ്റൂട്ടോ ഗൈസ്. നമുക്ക് അതിന് വേണ്ടി ആദ്യം ഹാമർ ഉണ്ടാക്കണം. ഹാമർ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. സോ ഗൈസ് ഹാമർ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഗൈസ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ഗൈസ് നമ്മൾ ഹാമർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഹാമർ വെച്ചിട്ട് വേണം നമുക്ക് ഫ്ലോർ ബിൽഡ് ചെയ്തെടുക്കാൻ. സോ ഗൈസ് ആങ്കർ ഫ്ലോർ എന്നൊരു സാധനമുണ്ട് ഗൈസ്, അതിൻ്റെ അറിയത്തില്ല. സാധാ ഫ്ലോർ പണിയണമെന്നുണ്ടെങ്കിൽ നമുക്കത് അതെ ഗൈസ് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഗൈസ് ഇതിനകത്ത്. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഗൈസ് ഇതിനകത്ത് കുറച്ച് തെളിച്ച് കാണിച്ചിരിക്കുന്നത്. ബ്ലൂ പ്രിൻറ്റിൽ നോക്കുവാണെങ്കിലും ബിൽഡിങ്സ് കാര്യങ്ങൾ അങ്ങനെ കുറേ ഉണ്ട് ഗൈസ്. സബ് ഡിവിഷൻസ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. കാമിങ് ട്യൂബ് ഒന്നും എന്നാന്ന് എനിക്കറിയില്ല ഗൈസ്. ബേസിക് എടുത്തു കഴിഞ്ഞാൽ ഫ്ലോറ് കാണാം. ഫ്ലോറാണ് നമുക്കിപ്പോൾ എസെൻഷ്യൽ. അതുകൊണ്ട് നമ്മൾ ഫ്ലോർ പണിയുന്നു ഗൈസ്. അതിനിടയ്ക്ക് നമ്മുടെ ബ്ലാക്ക് ഗെയിമർ വൈറ്റ് ഗെയിമർ ആരോ ആണെന്ന് തോന്നുന്നു നമ്മുടെ ക്യാമ്പ് ഫയർ അല്ല മീൻ പൊരിക്കുന്ന ഒരു സാധനം കയറ്റി വെച്ച് ഗൈസ് ഇതിനകത്ത്. ഓ ഗൈസ് 3 പണിയുന്നുണ്ട്. നേരത്തെ ഒരെണ്ണം പണി വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 2 കൂടെ പണിയുന്നുണ്ട്. നമ്മൾ ബ്ലാക്ക് ഗെയിമറാണ് പണിത് വെച്ചത്. സോ ഗൈസ് നമ്മൾ ഈ CV എടുത്തേക്കാം. എക്സ്ക്യൂസ് 2 എടുത്തേക്കാം ഗൈസ്. നമുക്കിനി ഒന്നും ബാക്കി വെച്ചേക്കണ്ട. എല്ലാം നമ്മൾ സർവൈവ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. ഒഴുകി വരുന്ന കാണുമ്പോൾ CV ആണെന്ന് തോന്നില്ല ഗൈസ്, പക്ഷേ ശരിക്കും CV ആണ് ഗൈസ്. ഇതൊരെണ്ണം കുക്കായിട്ടുണ്ട്. ഇനി 2 കൂടെ കുക്കാവുന്നുണ്ട് ഗൈസ്. വാട്ടർ മേക്കർ എന്നുള്ള സാധനമാണിത്. നമുക്കിപ്പോൾ ഒരു സ്പിയർ ഉണ്ടാക്കും ഗൈസ്. നമ്മുടെ ഷാർക്ക് വരുമ്പോൾ കൊല്ലാൻ വേണ്ടിയാണ് നമ്മുടെ സ്പിയർ. അത് പ്ലാങ്ക് വെച്ചാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. ഗൈസ് നമുക്കത് ഒരു ഫിഷിംഗ് റോഡും അങ്ങ് ഉണ്ടാക്കിയേക്കാം. നമ്മുടെ ഈ ബ്ലാക്ക് ഗെയിമർ മീൻ വെച്ച പോലെ നമുക്ക് ഇനി മീനൊക്കെ വെക്കാം ഗൈസ്. ഗൈസ് പൊങ്ങാൻ പറ്റണല്ലോ, കയറാൻ പറ്റണല്ലോ ഗൈസ്. ഓ ഇപ്പോൾ കയറി ഗൈസ്. ഇപ്പോൾ ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. സീനാക്കാൻ ഗൈസ് നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ എല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കുന്നതായതുകൊണ്ട് വേറെ സീനില്ല. ജസ്റ്റ് ഗൈസ് നമ്മുടെ ഇൻവെൻറ്ററിയിലേക്ക് നമ്മുടെ കുക്ക്ഡ് ബട്ടർഫ്ലൈ ഫിഷിനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ജസ്റ്റ് ഗൈസ് ബ്ലാക്ക് ഗെയിമർ ഫ്ലോർ പണിയുന്നുണ്ട് ഇവിടെ. ജസ്റ്റ് ഗൈസ് ഇപ്പം നമുക്ക് എന്തെങ്കിലും പണിയാൻ പറ്റും തോന്നുന്നത് ഗൈസ് നമ്മുടെ ഇൻവെൻറ്ററിയിലാണ് നമ്മുടെ ബട്ടർഫ്ലൈ ഫിഷ് ഇരിക്കുന്നത്. ഗൈസ് ഇപ്പം നമുക്ക് റോപ്പ് ഉണ്ടാക്കാമല്ലേ ഗൈസ്. ഒരു 4 റോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. ജസ്റ്റ് ഗൈസ് 39 ഇതുണ്ട്. നമ്മൾ 2 CV വെച്ചിട്ട് നമുക്ക് ഒരു റോപ്പ് പണിയാണ് ഗൈസ്. അപ്പം അതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഗൈസ്. നേരത്തെ നമ്മൾ പണിതുപോലെ ഇപ്പം പണിയാൻ പറ്റില്ല ഗൈസ്. എന്നെ പറ്റിയെന്ന് അറിയത്തില്ല. നമ്മുടെ ഹാമർ എടുക്കുമ്പോൾ മുന്നേ ഒരു ബ്ലൂ പ്രിൻ്റ് സൈഡിൽ വന്നതാണ്. ഇപ്പം അത് വരുന്നില്ല. ഒരു മാപ്പ് പോലത്തെ സാധനം സൈഡിൽ വരുന്നില്ല. എന്ത് പറ്റിയെന്ന് അറിയില്ല. നമുക്ക് എന്നേനൊന്ന് ചെയ്ത് നോക്കാം.
ഗൈസ് ഒന്നുകൂടെ നോക്കാം. നമുക്ക് ക്രാഫ്റ്റിലൊക്കെ ചെന്നിട്ട് കാര്യമില്ല ഗൈസ്. ഹാമറാണ് നമ്മളിപ്പോൾ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് വെപ്പൺ സ്വിച്ച് ചെയ്താലോ? ആയിസ് ഗൈസ് വെപ്പൺ സ്വിച്ച് ചെയ്തു. അപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഫ്ലോർ ബിൽഡ് ചെയ്യാം ഗൈസ്. ഗൈസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ബിൽഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇവിടെ ഇങ്ങനെ വെച്ച് ഒരു ടിക്ക് കൊടുത്താൽ മതി, അത് ബിൽട്ടാവും ഗൈസ്. ഇനി വേറെ എവിടെ കൊടുക്കാം? ഇനി വേണ്ട ഗൈസ്, ഇനി വേണ്ട. നമുക്ക് ആ ഒരു ബ്ലാങ്ക് സ്പേസ് ഫ്രീ ആക്കാൻ വേണ്ടിയായിരുന്നു ഗൈസ്. ബ്ലാങ്ക് സ്പേസ് ഇങ്ങനെ വെറുതെ ഇടുന്നത് ശരിയല്ലല്ലോ, അല്ലെ? അതുകൊണ്ട് നമ്മൾ പണിതാണ്. നമുക്കിനി ഇവിടുത്തെ പ്ലാങ്ക് എടുക്കാം. ന്യൂ റെസിപ്പി അൺലോക്ക് ഗൈസ്. ലെവൽ 5 എത്തി നമ്മൾ ഗൈസ്. ലെവൽ 10 എത്തുമ്പോഴാണ് എന്തോ ആണെന്ന് തോന്നുന്നു ട്രേഡർ വരുന്നത്. അങ്ങനെ എന്തോ ആണ് പറയുന്നത്. ചിലപ്പോൾ ലെവൽ 10 വരെ ഒന്നും വേണ്ടി വരില്ല കേട്ടോ ഗൈസ്, അറിയില്ല. നമുക്ക് അതൊന്നും അതെടുക്കാം ഗൈസ്. ഈ പ്ലാങ്ക് അങ്ങ് എടുത്തേക്കാം. പ്ലാങ്കും വെരി എസെൻഷ്യലാണ്. ഇതിനകത്ത് എല്ലാ സാധനവും എസെൻഷ്യലാണ് ഗൈസ്. ഇനി ഒന്നും വിട്ട് കളയാനൊന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു സർവൈവൽ ഗെയിം എങ്ങനെയാണെന്ന്. നിങ്ങൾ മൈൻക്രാഫ്റ്റ് ഒക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. അതേ കണക്കാണ് എല്ലാ സർവൈവൽ ഗെയിമും. സർവൈവ് ചെയ്യുക ഗൈസ്, അത്രേ ഉള്ളൂ. പിന്നെ ഗൈസ് ഒന്ന് എടുത്തേക്കാം. എന്തൊരു ബോക്സ് കിട്ടിയിട്ടുണ്ട്. 1 കപ്പ് ഓഫ് വാട്ടർ. നമുക്കപ്പോൾ എൻ്റെ സൈഡിലായിട്ട് ഒരു നൈഫിൻ്റെയും ഫോർക്കിൻ്റെയും സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞെക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് കുടിക്കാൻ പറ്റും ഗൈസ്. നമുക്ക് ഇതിനകത്ത് സാധനം എടുത്തിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ എടുക്കാൻ പറ്റാത്ത ബോക്സ് ഡിസപ്പിയർ ആവുന്നില്ല. ഇപ്പോൾ ഡിസപ്പിയർ ആയ ഗൈസ്. നമുക്ക് ഇതിനകത്ത് എടുക്കാം. നമുക്ക് ഈ ബാരലിനകത്ത് എടുക്കാം ഗൈസ്. ഈ ബാരൽ കാണാനാണ് കുറച്ചുകൂടി നല്ലത്. ഈ ബോക്സ് എന്ന് പറയുമ്പോൾ ഒരുമാതിരി കൊറിയർ വന്ന ബോക്സാണ് കാണാൻ ഗൈസ് ഇരിക്കുന്നത്. പക്ഷെ നല്ല സീനില്ല ഗൈസ്, നല്ലതൊക്കെ തന്നെയാണ്. നമുക്കപ്പോൾ ഫ്ലോർ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം റോപ്പ് വേണം ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് റോപ്പ് ഉണ്ടാക്കാം. നമുക്ക് ഈ എല്ലാ 23 റോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് പണിയാം. ഇത് ബ്ലൂ പ്രിൻ്റ് വെക്കാം ഗൈസ്. ഫ്ലോറ് ബിൽഡ് ചെയ്തേക്കാം. നമുക്ക് ഇവിടെ ഇത് ബിൽഡ് ചെയ്തേക്കാം. ഇവിടെ ബിൽഡ് ചെയ്തേക്കാം. ഇത് നേരെ ഫുള്ളും അങ്ങ് ബിൽഡ് ചെയ്തേക്കാം ഗൈസ്. നിരത്തിയിട്ട് അങ്ങ് ബിൽഡ് ചെയ്തേക്കാം ഗൈസ്. നമ്മുടെ അടുത്ത സാധനം വന്നിട്ടുണ്ട്. നമ്മുടെ സീവീഡ് 2 സീവീഡ് വന്നിട്ടുണ്ട്. ഈ റോപ്പ് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, കാരണം ഫ്ലോർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി റോപ്പ് ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഭയങ്കര എസെൻഷ്യലാണ് ഈ റോപ്പ് എന്ന് പറയുന്നത്. ഡിസ്കസ് ഇപ്പം നമ്മൾ ഈ ബാരലും എടുത്തിട്ടുണ്ട്. ബാരലിനകത്ത് കണ്ടോ നമ്മൾ സാധാ ഉള്ളത് തന്നെ ഗൈസ്. നമ്മൾ ബ്ലാക്ക് ഗെയിമർ വൈറ്റ് ഗെയിമർ ഏതൊരു എടുത്തിട്ടുണ്ട് ഗൈസ്. എല്ലാവർക്കും ഒരേ സ്കിൻ ആയതുകൊണ്ടേ നമുക്ക് കൺഫ്യൂഷൻ അടിക്കും ഗൈസ്. ഗൈസ് വൈറ്റ് ഗെയിമറാണ് എടുത്തിട്ട് പറ്റിയത്, അപ്പോൾ ബ്ലാക്ക് ഗെയിമറാണ് ഇവിടെ ഉള്ളത്. സോ ഗായ്സ് നേരമൊക്കെ അങ്ങ് ഇരുട്ടി വന്നിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയത് എപ്പോഴാണ്, നമ്മളിത് തെറ്റി നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങളൊന്ന് നോക്കണം. ഭയങ്കരമായിട്ട് നൈറ്റ് ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് തന്നെ പറയാം ഗൈസ്. നല്ല രീതിക്ക് നൈറ്റ് ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. നൈറ്റിൽ എന്തെങ്കിലും വരും നമുക്ക് പറയാൻ പറ്റില്ല ഗൈസ്. നമുക്ക് ഇതെടുത്തേക്കാം. ഇതിൽ 2 റാഗ് 2 സീഡ് അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വൈറ്റ് ബ്ലാക്ക് ആരും എടുത്തു. അത് എടുക്കാൻ പറ്റുള്ളൂ ഗൈസ്. നമ്മളെ ഈ നിൽക്കുന്നതൊക്കെയാണ് നമ്മുടെ എടുക്കുന്നത് ഗൈസ്. നമുക്ക് വേറെ ജോലി കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് അത് എടുത്തേക്കാം. ഗൈസ് അതും എടുത്തു ഗൈസ്. ഗൈസ് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ സ്നേഹിക്കാൻ ഗൈസ്. നമുക്കപ്പോൾ അതെടുത്തേക്കാം. അത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതാ നമ്മൾ ഒറ്റയ്ക്ക് എടുത്താണ് ഗൈസ്. പിന്നെ ഈ ബാരലിനകത്ത് നമ്മളെ വീട് കണ്ടില്ല ഗൈസ്. നമ്മുടെ ആരോ ഇതിനകത്ത് ഇടാൻ പറ്റിയിട്ടുണ്ട് ഗൈസ്. വെള്ളത്തിൻ്റെ ഒറ്റ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. മറ്റേ വെള്ളം ബോയിലായി തോന്നുന്നു. ഇങ്ങനത്തെ പോയിട്ട് നമുക്കൊന്ന് ഫിഷ് പിടിച്ച് നോക്കാം ഗൈസ്. ഫിഷ് പിടിച്ച ലേശം പാടാന്ന് തോന്നുന്നു. പക്ഷെ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാന്ന്.
കൂടെ എടുത്തിട്ട് നോക്കാം guys. ഈ ബാരൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷിംഗ് റോഡ് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ട് വെക്കാം. നമ്മുടെ ടാങ്ക് അവിടെ എത്തിയിട്ടുണ്ട്. ഫിഷ് ചെയ്ത് നോക്കാം. ചെയ്യുന്നേ പറയുന്നു. ഫ്ലോറ് വളർന്നിരിക്കുന്നത് പറ്റുന്നില്ല തോന്നുന്നു. ഷാർക്ക് വരുന്നത് ഷാർക്ക് വരുന്നത് തോന്നുന്നു. ഷാർക്ക് വരാൻ നേരത്ത് ഈയൊരുത്ത് കിട്ടുന്നുള്ള കാര്യം പറഞ്ഞു ഗൈസ്. നമ്മുടെ കയ്യിൽ വെച്ചൊക്കെ ഈ സാധനം ഇതുപോലെ യൂസ്ഫുൾ ആവും. ഇതുപോലെ ഹാമർ എടുത്ത് ബിൽഡ് ചെയ്തേക്കാം. ഫ്ലോർ ബിൽഡ് ചെയ്തേക്കാം. നമുക്ക് ഇവിടെ ഫ്ലോർ ബിൽഡ് ചെയ്തേക്കാം. കുറേ റിസ്ക് ആണല്ലോ കൈസ്. നമുക്ക് ലെവൽ 6 എത്തി. നമ്മള് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് നോക്കാം. ബ്ലൂ പ്രിന്റ് എടുത്ത് ഫ്ലോറിന് വേണ്ടി റേറ്റ് 4 നമുക്ക് 3 തന്നെ ഉള്ളൂ. അടുത്ത 4 നമുക്ക് 3 ഗൈസ്. അതുകൊണ്ട് നമുക്ക് പറ്റാത്ത. സോ ഗൈസ് ദേ ഭയങ്കര ഒച്ചയായതുകൊണ്ട് നമ്മുടെ ഗെയിമിൻ്റെ ഒച്ച എങ്ങ് കുറച്ചിട്ടിട്ടുണ്ട് ഗൈസ്. ദേ ഇപ്പം നമ്മൾ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ തോന്നുന്നു. സോ ഗൈസ് ദേ നമ്മൾ ഓടിച്ചാടി നടക്കുവാണ്. വീട് വെക്കാനുള്ള സ്ഥലമുണ്ട് ഗൈസ് ഇനി. പക്ഷെ വീടും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ ഗൈസ്. വീട് വെക്കാൻ പറ്റുന്നത് അത്രയും നല്ലതായിരുന്നു. ദേ നമുക്ക് ഹ്യൂജ് സ്പേസ് നമ്മൾ ഉണ്ടാക്കി ഗൈസ് ഈ നേരം കൊണ്ട്. നിങ്ങളൊന്ന് നോക്കണം നമ്മൾ വന്നെത്തിയത് എവിടെയാണ്, ഇപ്പം നിൽക്കുന്നത് എവിടെയാണ്. സോ ഗൈസ് ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ വിളിച്ചാണ് ഗൈസ് കളിച്ചത്. അപ്പോൾ ഇങ്ങനെ വിളിച്ച് കളിക്കുമ്പോൾ ഉള്ള ഒച്ച ഇതിനകത്ത് കിട്ടത്തില്ല. ഞാൻ വേറെ വോയിസ് ആണ് ഗൈസ് കൊടുത്തേക്കണത്. പക്ഷെ അവരിടുന്ന വീഡിയോയിൽ എൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. സോ ഗൈസ് അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ സർവേ ലൈൻ ക്ലാസ് വീഡിയോസിനെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.